നാം ഒരാഴ്ച മുമ്പ് മഹാകുംഭമേള മലപ്പുറത്ത് വരുന്നതായി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ വന്ന ചില കമൻറ്റുകൾ ഇങ്ങനെയാണ്: ജനുവരിയിൽ ബീഫിൻ്റെ വില കൂടും, കഞ്ചാവടിച്ച് കിളിപോയ സ്വാമിമാർ ഇനി മലപ്പുറത്ത് വരും, ഭാരതപ്പുഴ വൃത്തികേടാകും, എടപ്പാൾ ഓട്ടം ഓർമ്മ ഉണ്ടാകും. ഈ മലപ്പുറത്ത് ഇനി കുംഭമേള നടന്നാൽ ജിഹാദികൾക്ക് എന്താ കുഴപ്പം? ഓരോരുത്തരുടെ സംസ്കാരമുണ്ട്. ആ സംസ്കാരം അനുസരിച്ചാണ് ഓരോരുത്തരും സംസാരിക്കുക. പട്ടി കുരയ്ക്കും, പൂച്ച കരയും, ആട് മയാനുള്ള രീതിയിൽ കരയും. ഇതേപോലത്തെ അത് മൃഗങ്ങളുടെ ആണെങ്കിൽ, സിംഹമാണെങ്കിൽ ഗർജിക്കും. മനുഷ്യരിലും ഇത്തരം സ്വഭാവങ്ങളുണ്ട്. അവരുടേതുള്ള സംസ്കാരം അനുസരിച്ചുള്ള വാക്കുകൾ അവർ ഉപയോഗിക്കും. അവരുടെ സംസ്കാരത്തിനനുസരിച്ചുള്ള ചെയ്തികൾ അവർ ചെയ്യും. അവരുടെ സംസ്കാരം അനുസരിച്ചിട്ടുള്ള കാട്ടിക്കൂട്ടലുകൾ ഉണ്ടാവും. അപ്പോൾ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണിത്, ആര് പറയുകയാണെങ്കിലും. പിന്നെ രണ്ടാമത്തെ ഇതിൽ ആരൊക്കെയോ അവർ ഭയപ്പെടുന്നു, ഏതൊക്കെയോ ചിന്തയെ അവർ ഭയപ്പെടുന്നു. അതേ സമയത്ത് തന്നെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമങ്ങളും അവർ നടത്തുന്നു. മറ്റൊരു വിഭാഗം ആരെയെല്ലാമോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ആ ശ്രമം നടത്തുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പ്രയോഗങ്ങൾ മുഴുവൻ. ഒന്ന് ഏറ്റവും പ്രധാനമുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എന്താ മലപ്പുറം നമ്മളെ വെള്ളാപ്പള്ളി പറയുമ്പോൾ ആർക്കെങ്കിലും തീരെഴുതി കൊടുത്തു, അതുകൊണ്ടാണ് അവർ മാത്രമേ അവിടെ ഉള്ള അവരുടെ പരിപാടികൾ മാത്രമേ അവിടെ നടക്കാൻ. അതുകൊണ്ടാണ് നാലാമത്തെ കാര്യം പറഞ്ഞത്. ആരൊക്കെയോ അവർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഈ പറയുന്നവരെ. അപ്പോൾ ഒന്നിച്ചു കൂടിക്കൊണ്ടുള്ള ഒരു പ്രക്രിയ. കാരണം ഇവിടെ ഇത് വന്നു കഴിഞ്ഞാൽ എന്തോ ഹിന്ദു മുന്നേറ്റം ഉണ്ടാകും എന്നൊരു ഭയാശങ്കയുണ്ട്. പക്ഷേ സംഘടിപ്പിക്കാൻ പോകുന്ന ജുന അഖാഡയുടെ നേതാവ്, കേരളത്തിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠൻ, അദ്ദേഹം പറഞ്ഞ സർക്കാരിനെയും കൂടി പങ്കാളികളാക്കുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യു പിയിൽ മഹാകുംഭമേള നടക്കുന്ന സമയത്ത് യു പി സർക്കാർ സഹകരിച്ചുകൊണ്ടാണ് നടത്തിയത്. അതേപോലെ കേരള സർക്കാർ ചോദിച്ചുകൊണ്ടല്ല, ഇതിൻ്റെ വരുമാനം വന്നു കഴിഞ്ഞാൽ ഇത് ഹിന്ദു സമൂഹത്തിന് മാത്രമല്ലല്ലോ, ഇതിൽ റവന്യൂ വരുമാനം വരുന്നത് മുഴുവൻ ഈ സർക്കാരിനും കൂടിയിട്ടല്ലേ. അപ്പം ആ നിലയ്ക്കാണ് അതിൻ്റെ സന്യാസി ശ്രേഷ്ഠൻ പറഞ്ഞത്, സർക്കാരിനെയും കൂടി പങ്കാളികളാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നടത്താൻ. പിന്നെ ഇവരെ ആരൊക്കെയാണ് വരുന്നത്? അവർ ചില പ്രയോഗങ്ങൾ പ്രയോഗിച്ചില്ലേ? ആർക്കും ഒരു വിഷമം. യു പിയിൽ ലക്ഷക്കണക്കിന് ഇത്തരം സന്യാസിമാർ വന്നിട്ടുണ്ട്, കോടിക്കണക്കിന് ആൾക്കാരെ ഒന്നിച്ച് വന്നത്. അവിടെ ആർക്കും തോന്നാത്ത ചില കാര്യങ്ങൾ. എൻ്റെ കേരളത്തിലെയും കേരളം ഭാരതത്തിൻ്റെ ഭാഗമല്ലേ? കേരളത്തിലുള്ള മലപ്പുറം ജില്ല കേരളത്തിൻ്റെ ഭാഗമല്ലേ? ഈ ചോദ്യത്തിനാണ് മലപ്പുറം ജില്ല ഒരു പ്രത്യേക വിഭാഗത്തിന് തീരെഴുതി കൊടുത്തിട്ടുണ്ടോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അഥവാ തീരെഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും? അപ്പം മലപ്പുറത്ത് വെച്ചിട്ട് പണ്ട് നടന്നിരുന്നതാണ്. തീരെഴുതി കൊടുത്തത് ഒരു രാഷ്ട്രീയ നിലപാടായതുകൊണ്ടല്ലേ എഴുത്തച്ഛൻ്റെ പ്രതിമ പോലും അവിടെ സ്ഥാപിക്കാൻ പറ്റാത്തത്. 254-300 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് ഇതേപോലത്തെ മാമാങ്കം നടന്നിട്ടുണ്ട്. ഇതേ സ്ഥലത്ത് തന്നെ ഭാരതപ്പുഴയുടെ തീരത്താണ് നടന്നത്. പിന്നീട് എന്തോ കാരണം കൊണ്ട് അവിടെ ഹിന്ദുക്കളെ വംശനാശം വരുത്തിയിട്ടാണ് അതെല്ലാം ഇല്ലാതെയായിട്ട്. ഓർക്കണം, 1921 മാപ്പിളകളുടെ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ടിപ്പുവിൻ്റെ പടയോട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ആരെ തകർത്തത്? ഹിന്ദുക്കളെയാണ് തകർത്തത്, ഹിന്ദു ക്ഷേത്രങ്ങളെയാണ് തകർത്തത്. അതിൽ കൂടിയിട്ട് മതം മാറ്റപ്പെട്ടിട്ട് പോയിട്ടുള്ള ആൾക്കാർ പിന്നീട് ഹിന്ദു വിരുദ്ധരായി തീർന്നു. മതം മാറ്റിയെടുത്തെന്ന് മാത്രമല്ല, അവരെ ഹിന്ദു വിരുദ്ധരാക്കി എന്ന് മാത്രമല്ല, അവരെ മുഴുവൻ രാജ്യദ്രോഹികളാക്കി. ഈ ആളുകൾ സംസ്കാര ശൂന്യരായി മാറി. ഈ ഭാരതീയ സംസ്കാരവും കേരള സംസ്കാരവും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ജനവിഭാഗമാക്കി അവരെ മാറ്റി. അവരെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ 21 അല്ലല്ലോ ഇപ്പം. അവർ മുദ്രാവാക്യം വിളിക്കില്ല. 21 ഓടിയ ആൾക്കാർ പോലും ഓട്ടിച്ചാളോടൊപ്പം നിൽക്കുകയാണ്. അതെ, അതേ സമയത്ത് ചിന്തിക്കേണ്ടത് അങ്ങനത്തെ ആൾക്കാരല്ല. 1942 ശേഷം, ഏകദേശം 52 ശേഷം അങ്ങനെ ഓടാൻ തയ്യാറുള്ള ആൾക്കാരല്ല ഇപ്പം മലപ്പുറത്തുള്ളത്.
പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സമൂഹം, മരണമെങ്കിൽ മരണം, ജീവിക്കും അവർ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് മരണത്തെ ഞങ്ങൾ ചിരിച്ചുകൊണ്ട് പുൽകും എന്നാഗ്രഹിക്കുന്ന ജനവിഭാഗം ഇപ്പം മലപ്പുറത്തുണ്ട്. ഈ സന്യാസിമാരൊക്കെ ഇതിന് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവർ ജീവിക്കാൻ വേണ്ടി മാത്രമേ അതിൽ പൊരുതാനും കൂടി തയ്യാറായിട്ട് അവർക്കൊക്കെ ഒരു ധാരണയുണ്ടാവും. ഒരു പക്ഷേ സന്യാസിമാരെന്ന് പറഞ്ഞാൽ വെറും പച്ചക്കറിയൊക്കെ തിന്ന് ജീവിക്കുന്ന, ഒന്നിനും കൊള്ളരുതാത്ത ശാന്തരായുള്ളൊരു വിഭാഗമാണെന്നുള്ളത് അല്ല. അവർ ചിന്തിക്കരുത്. അവർ ചിന്തിക്കേണ്ടത് എന്താ പറഞ്ഞാൽ പൊരുതാനും തയ്യാറാണ്. ശക്തിയുള്ള വിവേകാനന്ദ പരമ്പരയിൽപ്പെട്ട ആൾക്കാരാണ്. ശക്തി സമ്പാദിക്കണമെന്ന് പറഞ്ഞ വിവേകാനന്ദ പരമ്പരയിൽപ്പെട്ട ആൾക്കാർ, സന്യാസിഷ്ഠന്മാർ ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കാൻ സാധിക്കുന്നവരാണ്. വെറും ശാരീരിക സംഘർഷം മാത്രമല്ല, ബുദ്ധിപരമായിട്ടുള്ള ബൗദ്ധികമായുള്ള സംഘർഷം അതും കൂടിയിട്ട് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സന്യാസിമാരും ജനങ്ങളും ചേർന്നുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തുന്ന സമയത്ത്. അതുകൊണ്ട് അതിനെ ഇല്ലാതെയാക്കാം, അത് നടപ്പാക്കാതിരിക്കാം എന്നെല്ലാം ശ്രമിക്കുക. തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും. ഇങ്ങനെ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ തിരുനാവായിൽ ആ പരിപാടി നടത്തും. അത് ഭാരതപ്പുഴയുടെ തീരത്താണ്. അതിലൊരു സംശയം എനിക്ക് തോന്നുന്നു പറഞ്ഞത് ഭാരതപ്പുഴ ചീത്തയാവുമെന്നുള്ളത്, വൃത്തികേടാവുന്നത്. അത് എന്തുകൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്? അത് പുറത്തു പറയുന്നത്. അതെ, അതല്ല പറഞ്ഞത്. ഭാരതപ്പുഴ ചീത്തയാക്കിയത് ആരായിരുന്നു? അവിടെ മണൽ മുഴുവൻ എടുത്തിട്ട് ആ ഭാരതപ്പുഴ ഇല്ലാതെയാക്കിയത് ആരാ? ഭാരതപ്പുഴ യഥാർത്ഥ ഭാരതപ്പുഴയാണോ ഇപ്പോൾ അവിടെ കാണുന്നത്? യഥാർത്ഥ ഭാരതപ്പുഴയല്ല. ആ ഭാരതപ്പുഴ പവിത്രമായിരുന്ന പ്രദേശമാണ്. ഇന്നും ആളുകൾ പവിത്രമായിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട്. നാവാമുകുന്ദ ക്ഷേത്രം, ആ ക്ഷേത്രം മോക്ഷദായകമുള്ള ഒരിതായിട്ടാണ്. തിരുനാവായെ കേരളത്തിലെ മോക്ഷദായകമുള്ള പ്രദേശത്തെ പോലെ തിരുനെല്ലി, തിരുനാവായ, ഇവിടെ തിരുവല്ലം, അതിലൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ തിരുനാവായ. ഈ തിരുനാവായയിലാണ് മലബാറിലെ നല്ലൊരു വിഭാഗം ആൾക്കാർ മരണശേഷം അവരുടെ അസ്ഥി ഒഴുക്കാൻ വരുന്നതും ചിതാഭസ്മം ഒഴുക്കുന്നതും തിരുനാവായിലാണ്. ആ തിരുനാവായിൽ ഒഴുക്കിയതിന് ശേഷം നവമുകുന്ദ ക്ഷേത്രങ്ങളിൽ അവിടെ പ്രാർത്ഥിച്ച് അവിടെ വഴിപാട് നടത്തിയിട്ടാണ് ആൾക്കാർ തിരിച്ചു പോകുന്നത്. അത്രയും പവിത്രമായുള്ള പ്രദേശം. ആ പവിത്രത മുഴുവൻ എങ്ങനെയാണോ ഗംഗയെ കാണുന്നത്, എങ്ങനെയാണോ അതേപോലത്തെ പുണ്യ നദികളെ കാണുന്നത്, അതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പവിത്രമായി കാണുന്നതാണ് ഭാരതപ്പുഴ. അതിനെ ദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ടായിരുന്നു കേരളത്തിലെ കവികളെല്ലാം കവിത എഴുതിയ ആൾക്കാരുണ്ട്. നിളാദേവി നിത്യം നമസ്തേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേറ്റ ആൾക്കാരുണ്ട്. ആ നദിയിലേക്ക് നോക്കി അതിനെ കണി കണ്ട ആൾക്കാരുണ്ട്. ഇതെല്ലാം ഉള്ള അത്രയും പവിത്രമായ സ്ഥലം അതാണ് ഈ ഭാരതപ്പുഴ. അപ്പോൾ അതിൻ്റെ പ്രദേശത്ത് ജീവിക്കുന്നവർ സൗമ്യരാണ്, ശരിയാണ്, നല്ല ഹൃദയമുള്ളവരാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു പക്ഷേ അവരെ കൂടുതൽ കുത്തി നോവിച്ചു കഴിഞ്ഞാൽ അവിടെ സടകുടഞ്ഞെഴുന്നേൽക്കാനും അവർ തയ്യാറാകും എന്നുള്ളതും കൂടി ഓർക്കേണ്ടതല്ല ഈ പറയുന്ന ആൾക്കാർ. അപ്പം വെറുതെ ശരീരത്തിൽ കുത്തി നോവിക്കണോ? ആർക്കും നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ലല്ലോ. അല്ല, ഈ വെള്ളാപ്പള്ളി പറയുന്നതിൽ ചിലതെല്ലാം വാസ്തവമുണ്ടല്ലോ. ഉണ്ടല്ലോ. വെള്ളാപ്പള്ളി പറഞ്ഞ വാസ്തവം. വെള്ളാപ്പള്ളി എപ്പോഴും അത് പറയണം. വെള്ളാപ്പള്ളി എപ്പോഴും പറയും. വെള്ളാപ്പള്ളി പറഞ്ഞത് കുറച്ചല്ല, മുഴുവൻ വാസ്തവമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പം ജനുവരിയിൽ എന്താണ് ബീഫ് വില കൂടും. വില കൂടും. അപ്പോൾ ഈ വരുന്നവരൊക്കെ ബീഫ് കഴിക്കുന്നവരാകി തീരും എന്ന് രണ്ടർത്ഥത്തിലെടുക്കാം. ദ്വയാർത്ഥത്തിൽ, ഒന്ന് അവിടെ ബീഫേ ഞങ്ങൾ കൊടുക്കുള്ളൂ, അതുകൊണ്ട് ബീഫിന് വില കൂടും. രണ്ടാമത്തേത് ബീഫ് ഞങ്ങൾ കഴിപ്പിക്കും എന്നും ആക്കാലോ. അപ്പം ഞങ്ങൾ അവരെ കൊണ്ടല്ല, ഞങ്ങൾ ബീഫ് കഴിപ്പിക്കും. കാരണം കുട്ടികളെ പോലും കൊന്ന്, സ്വന്തം മക്കളെ പോലും കൊന്ന് ഇറച്ചി തീറ്റിപ്പിച്ച പാരമ്പര്യമുള്ളവരാണ് അവിടുത്തെ പല ആൾക്കാരും. അതുകൊണ്ട് അവർക്ക് ബീഫ് കഴിക്കാത്തവരെ കൊണ്ട് ബീഫ് കഴിപ്പിച്ച പാരമ്പര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ബ്രാഹ്മണ സ്ത്രീകളെ, ഭർത്താക്കന്മാരെയൊക്കെ കൊല ചെയ്തിട്ട് ബ്രാഹ്മണ സ്ത്രീകളെ വായിൽ പശുവിൻ്റെ ഇറച്ചി തിരികെ കൊടുത്ത ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു 21 മാപ്പിളലകളിൽ. ആ ചരിത്രമാണ് അവർ ആവർത്തിക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് ഈ പ്രസ്താവനയെങ്കിൽ അതിനെ നേരിടാൻ പറ്റുന്നൊരു സമൂഹം ഇപ്പം വെറും മലപ്പുറം ഒറ്റപ്പെട്ടതായി തീരില്ലല്ലോ. അപ്പോഴേക്ക് കേരളത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ മലപ്പുറം മാത്രമല്ല, മലപ്പുറം കേരളത്തിൻ്റെ ഭാഗമാണ്, കേരളം ഭാരതത്തിൻ്റെ ഭാഗമാണ്. ഇതും കൂടി ഓർക്കണ്ടേ.
ശൗര്യമുള്ള ധൈര്യമുള്ള ജനസമൂഹം. അവർക്ക് ഗർജിക്കാൻ അറിയാം, ചിരിക്കുന്നത് പോലെ തന്നെ കരയുന്ന സമയത്ത് തന്നെ ഗർജിക്കാനും അറിയാം. രണ്ടും അറിയുന്ന സമൂഹമാണെന്നുള്ള ഇപ്പോൾ ഓർക്കണം. അതുകൊണ്ട് അവിടെ പരിപാടി നടത്താൻ വേണ്ടി ജുനാഗാഡയാണ് അതിന് മുമ്പോട്ട് വന്നിരിക്കുന്നത്. അവർ തയ്യാറായി മുമ്പോട്ട് വരുന്ന സമയത്ത് മലപ്പുറത്ത് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ അതിനുണ്ടാവും, സന്യാസിശ്രേഷ്ഠന്മാരുടെ പിന്തുണ ഇതിനുണ്ടാവും, നാഗസന്യാസിമാരുടെ പിന്തുണയുണ്ടാവും. ഒരു പക്ഷേ നാഗസന്യാസിമാർ ആ ഹിമാലയ സാനുക്കളിൽ നിന്ന് നടന്നിട്ടായിരിക്കാം ഇങ്ങോട്ട് വരുന്നത്. കാരണം 2 മാസം ബാക്കി കിടക്കുന്നുണ്ട്. അത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വരും അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ കേരളത്തിലെ സന്യാസിമാരും അതിൻ്റെ ഒരു ഭാഗമായിട്ടല്ല അടുത്ത ദിവസം സന്യാസിമാർ ഇതിൻ്റെ ഭാഗം അല്ലെങ്കിൽ പോലും സന്യാസിമാർ രംഗത്തിറങ്ങി. കേരളത്തിൽ ഇതുവരെ ഇല്ലാത്തതുപോലെയല്ലേ സന്യാസിമാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചു. അവിടെ പ്രശ്നങ്ങൾ ചോദിച്ചു, മനസ്സിലാക്കി, പരിഹാരം കാണാനുള്ള സക്രിയമായുള്ള പ്രവർത്തനം. എല്ലാ ആശ്രമങ്ങളിലും സന്യാസിമാർ ഒരുമിച്ച് കൂടി, ഇത്രയും നാളില്ലാത്തതുപോലെ. പല ചിന്താകൾ, പല പരമ്പര, ഇവരെല്ലാവരും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന സമയത്ത് അതിനെ പരിഹസിക്കാനും അതിനെതിരായിട്ട് പ്രവർത്തിക്കാനുമാണെങ്കിൽ നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.